മുഖ്യമന്ത്രി ആയ ഉടനെ പിണറായി വിജയൻ എങ്ങനെയാണ് TP സെൻകുമാറിനെ കൈകാര്യം ചെയ്തത് എന്നത് നമ്മൾ ഈ കൂട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം DGP ആയിരുന്നു. DGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. അതിലൊന്നും തെറ്റില്ല. ഒരു പുതിയ സർക്കാർ വരുമ്പോൾ അവർക്ക് പറ്റിയ ആളുകളെ തന്നെ DGP ആയിട്ടോ ചീഫ് സെക്രട്ടറി ആയിട്ടോ വെക്കുന്നതിലൊന്നും ആരും തെറ്റു പറയില്ല. പക്ഷേ അദ്ദേഹത്തെ മാറ്റിയത് അദ്ദേഹത്തിന് RSS ചായ്വുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നീടത് നിയമസഭയിൽ ചർച്ചയായപ്പോൾ പിണറായി വിജയൻ വളരെ വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ RSSുമായിട്ട് ചേർന്നാണ്, അല്ലെങ്കിൽ BJPയുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ ഒരു DGPയെ മാറ്റാൻ തയ്യാറായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരാളുമായിട്ടല്ല 2 നേതാക്കളുമായി ഈ ADGP സമ്പർക്കം പുലർത്തിയതിന് ശേഷം എങ്ങനെയാണ് അദ്ദേഹത്തെ നിലനിർത്തുക? ഇതോടെ നമ്മുടെ പല സംശയങ്ങളും തീർന്നു വരികയാണ്. അതാണ് ചില പ്രയോജനങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഈ ലാവ്ലിൻ കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് പലരും പല സംശയങ്ങളും പ്രകടിപ്പിച്ചിരുന്നു. 38 തവണയാണ് മാറ്റിവെച്ചത്. 7 വർഷമായിട്ട് CBI കൊടുത്ത അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. CBIയുടെ അപ്പീലും അതുപോലെ ലാവ്ലിൻ കേസിൽ വിചാരണ നേരിടുന്ന 2-3 പ്രതികൾ നൽകിയ ഹർജിയും അത് 38 തവണ മാറ്റിവെച്ചു. 2017 ഡിസംബറിൽ കൊടുത്ത കേസാണ്. മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും CBIയുടെ അഭിഭാഷകൻ വന്നില്ല, അല്ലെങ്കിൽ കേസ് മാറ്റിവെക്കണമെന്ന് CBI ആവശ്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ സോളിസിറ്റർ ജനറൽ ഹാജരാകുന്നില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങളാൽ അത് മാറ്റിവെക്കുക. CBI ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലല്ലേ. അപ്പോൾ കേന്ദ്ര സർക്കാർ അറിയാതെ ഈ വളരെ പ്രമാദമായ കേസ് ഇങ്ങനെ മാറ്റിവെക്കുമോ? ഈ കേസിന്മേലൊരു വിധി വന്നാൽ അത് പിണറായി വിജയൻ അനുകൂലമല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ലാവ്ലിൻ കേസിൻ്റെ പ്രതികളുടെ കൂട്ടത്തിൽ നിന്ന് പിണറായി വിജയനെ ഒഴിവാക്കിയതിനെതിരായിട്ടുള്ള പെറ്റീഷനാണിപ്പോൾ സുപ്രീം കോടതി കൈകാര്യം ചെയ്യുന്നത്, അവരുടെ മുമ്പിലുള്ളത്. അത് ശരിയായില്ല എന്നും പിണറായി വിജയനും ഈ കേസിൽ വിചാരണ നേരിടട്ടെ എന്നും സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ പിണറായിക്ക് ഒരു നിമിഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പറ്റില്ല, രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ എന്തോ അന്തർധാരയുടെ പുറത്തല്ലെങ്കിൽ ഇങ്ങനെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കേസ് 38 തവണ നീട്ടിവെക്കുമോ? എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസാണ്. അത് SFIO എന്ന് പറയുന്നൊരു ഏജൻസി അന്വേഷണം ആരംഭിച്ചതാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. അതിനുശേഷം SFIയുടെ അന്വേഷണം ഇങ്ങനെ ആമയുടെ വേഗത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. കൊടകര കുഴൽപ്പണ കേസ് 3.5 കോടി രൂപയാണ് അവിടെ ഈ സ്വർണം പൊട്ടിക്കുന്നത് പോലെ തട്ടിക്കൊണ്ടുപോയത്. BJPക്ക് വേണ്ടി കർണാടകയിൽ നിന്ന് വന്ന പണമാണ്. ആ കേസ് എന്തായി? 3.5 വർഷമായി ആ സംഭവം നടന്നിട്ട്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് BJPയാണ്. കേരള പോലീസാണ് അന്വേഷിച്ചത്. ആദായ നികുതി എന്താ പറഞ്ഞത്? ഇതുവരെ അവിടെ കള്ളപ്പണം അല്ലെങ്കിൽ കുഴൽപ്പണം പിടിച്ചു എന്നുള്ള വിവരം കേരള പോലീസ് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. കേരള പോലീസ് പറഞ്ഞു ഞങ്ങൾ 2 തവണ അറിയിച്ചെന്ന് പറഞ്ഞല്ലോ. ഈ കേസിൽ പ്രതിസ്ഥാനത്തിരിക്കുന്ന BJP അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത് പിണറായി വിജയൻ്റെ പോലീസ്, കേരള പോലീസ്. ഏറ്റവും അവസാനം പൂരം കലക്കൽ കൊണ്ട് എന്താ സംഭവിച്ചത്? അതിൻ്റെ രാഷ്ട്രീയ ഫലം എന്തായിരുന്നു? ഈ തൃശ്ശൂരിലെ മാത്രമല്ല, ഏതാണ്ട് കേരളത്തിലെ മുഴുവൻ ആളുകൾ വളരെ പാവനമായിട്ട് കരുതുന്ന ഒന്നാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതിനെയാണ് തകർത്ത് കളഞ്ഞത്. അത് ഹൈന്ദവരുടെ മാത്രം ഒരു ആഘോഷമല്ല, മുഴുവൻ തൃശ്ശൂരുകാരെ, തൃശ്ശൂരിനൊരു ചുറ്റുവട്ടത്തുള്ളവർ എല്ലാവരും ആസ്വദിക്കുന്നതാണ് പൂരം. അത് കലക്കി കളഞ്ഞു. ആർക്ക് വേണ്ടിയാണ്? അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം നടത്തുന്ന ആരാ? MR അജിത് കുമാർ, ADGP. അദ്ദേഹമാണ് ഇത് കലക്കിയതെന്നാണ് CPI അടക്കമുള്ളവർ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ അൻവർ പറയുന്നത്, CPMൻ്റെ MLA പറയുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് എവിടെ? അത് പുറത്തുവിടണമെന്ന് CPI ആവശ്യപ്പെട്ടല്ലോ. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോൾ
ഈ അന്തർധാര കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ പല പല ചലനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ADGPയും ഹൊസബോളയും പിന്നെ രാംമാധവും ഒക്കെയായി നടത്തിയ രഹസ്യ സംഭാഷണങ്ങളുടെ വിവരം പുറത്തു വരുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളുടെ രക്ഷകൻ ചമയയും മറുഭാഗത്ത് CPM RSS ഭായി ഭായി എന്ന് പറയുകയുമായിരുന്നു. അതാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ADGPയെ മൂക്കിലിടുമെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും എന്നൊക്കെ. അപ്പോൾ വേണമെങ്കിൽ അൻവറിന് വിക്കറ്റ് നമ്പർ 2 വീണു എന്ന് ഒരു ഫേസ്ബുക്ക് ഇടാം എന്നതിനപ്പുറത്ത് എന്താണ് പ്രയോജനം? നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞില്ലേ? ഇനിയും ഒരു നടപടി എടുത്തിട്ട് എന്തു കാര്യം? പൂച്ച പുറത്ത് ചാടിക്കഴിഞ്ഞു. CPM RSS ബന്ധം മറനീക്കി പുറത്തു വന്നു. എത്ര സമർത്ഥമായാണ് ഈ RSS എന്ന് പറഞ്ഞ് CPM മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഇനി ആ പരിപ്പ് വേവാൻ പോകുന്നില്ല, യാതൊരു സംശയവും വേണ്ട.